നമസ്കാരം. തിരുവാതിര ഞാറ്റുവേലയ്ക്ക് വെള്ളം കയറിയാൽ ഓണം കഴിഞ്ഞ് ഇറങ്ങൂ എന്നൊരു കൃഷിച്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ അതിൻ്റെ ഫലമറിഞ്ഞേ അടങ്ങുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ കൃഷിയുണ്ടെന്ന് നാട്ടുകാരറിയുന്നത് പന്നി വന്ന് കുത്തിയിളക്കുമ്പോഴും കർഷകർ അതേപ്പറ്റി പറഞ്ഞ് കരയുമ്പോഴുമാണ്. കൃഷിക്കൊരു വകുപ്പും അതിലൊരു മന്ത്രിയുമുണ്ടെന്ന് 10 ആളറിഞ്ഞത് ഗവർണർ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കൊളുത്തിയപ്പോഴാണ്. കൃഷിമന്ത്രി പ്രസാദ് ഇത്രയും വീറും വാശിയും കഴിഞ്ഞ 4 കൊല്ലം കാണിച്ചിരുന്നെങ്കിൽ അരിയാഹാരം കഴിച്ച് നമ്മൾ മടുത്തേനെ. അധികം വരുന്നത് കയറ്റി അയക്കുകയും ചെയ്യാമായിരുന്നു. തൊഴുതുണ്ണുന്നതിലും നല്ലത് ഉഴുതുണ്ണുന്നതാണെന്ന് ഈ നാട്ടിലെ കൃഷിക്കാർക്കറിയാം. അതുകൊണ്ടവർ പരാതി പറച്ചിലൊക്കെ നിർത്തി. പടുമുളയ്ക്ക് വളം വേണ്ട എന്ന പോലെ പിണറായി എന്ന പടുമുള ഇടതുമുന്നണി അപ്പാടെ വിഴുങ്ങി പെരുവയറുമായി നിൽക്കുമ്പോൾ പി പ്രസാദ് എന്നല്ല ഒരുമാതിരിപ്പെട്ട ഘടാഘടിയന്മാർക്കൊക്കെ പഞ്ചപുച്ഛമടക്കി നിൽക്കാനേ കഴിയൂ. രാജ്ഭവനിലെ ഭാരതമാതാ വിവാദം വന്നതോടെയാണ് കൃഷിമന്ത്രിയുടെ വായിൽ നാക്കുണ്ടെന്നും അത് രാവിലെ എഴുന്നേറ്റ് വടിക്കാൻ മാത്രമല്ല കാര്യം പറയാനും ഉപയോഗിക്കുമെന്നും നമ്മുടെ കർഷകർക്ക് മനസ്സിലായത്. തികഞ്ഞ സത്യസന്ധനും സാധാരണക്കാരൻ്റെ പ്രതിനിധിയുമാണ് പി പ്രസാദ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപ് നെല്ലിൻ്റെ വില ലോണായി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടൻ ജയസൂര്യ ഉയർത്തിയ വിവാദത്തിൽ നടനും കർഷകനുമായ കൃഷ്ണപ്രസാദുമായി കോർത്ത ശേഷം പി പ്രസാദ് എന്നൊരു മന്ത്രിയെപ്പറ്റി നമ്മൾ കേട്ടിട്ടേയില്ല. അന്ന് ജയസൂര്യക്കെതിരെ വാ തുറന്ന ഈ മന്ത്രി പോച്ചയ്ക്കകത്ത് വീണ ചീരേരി പോലെ എവിടെയോ മറഞ്ഞു കിടക്കുകയായിരുന്നു. RSSൻ്റെ ഭാരതാംബയ്ക്ക് മുമ്പിൽ കുമ്പിട്ട് നിൽക്കണമെന്നൊന്നും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായി പി പ്രസാദിനോട് പറയാൻ ഒരാൾക്കും അവകാശമില്ല. പകരം പിണറായിക്ക് മുമ്പിൽ കുമ്പിട്ടും കുമ്മിയടിച്ചും നിൽക്കണം. ഭാരതാംബയുടെ കയ്യിലിരിക്കുന്നത് കാവിക്കൊടിയാണെന്നതാണ് ഒരു വലിയ പ്രശ്നമായി ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക ഭഗവതിക്കാവുകളിലും വെളിച്ചപ്പാട് ഇറങ്ങാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് അരിവാളാണെന്നും അരയിൽ ചുറ്റിയിരിക്കുന്നത് ചെങ്കൊടിയാണെന്നും പറഞ്ഞാൽ സംഗതി കുഴപ്പമാകില്ലേ? സ്വന്തം പാർട്ടിയെ പിണറായി വിജയൻ്റെ പാർട്ടി എടുത്തിട്ട് അലക്കിയ ഒരു കാലത്തും ഈ പ്രസാദ് യാതൊരു തരത്തിലുള്ള പരാമർശങ്ങളും നടത്തിയതായി കാണുന്നില്ല. കേരള പോലീസിൽ RSSൻ്റെ ഗ്യാങ് ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞത് CPIയുടെ ദേശീയ നേതാവ് ആനി രാജയാണ്. അന്ന് അവരെ CPMകാർ ചീത്ത വിളിച്ചപ്പോഴും മണിയാശാൻ തെറി പറഞ്ഞപ്പോഴും ബിനോയ് വിശ്വത്തിൻ്റെയും പ്രസാദിൻ്റെയും വായിൽ നാക്കുണ്ടായിരുന്നില്ല. ഒടുവിൽ പൂരം കലങ്ങി തെരഞ്ഞെടുപ്പിൽ തോറ്റ് VS സുനിൽകുമാർ തലയിൽ കുമ്പാള ചൂടി നിന്നിട്ടും ബിനോയ്ക്കും പ്രസാദിനും ഒന്നും പറയാനില്ലായിരുന്നു. ഭാരതാംബയോട് പിണറായിക്കില്ലാത്ത അസ്പൃശ്യത നിങ്ങൾക്കെന്തിനാണ് സഖാക്കളെ? ഇവിടെ എന്തിനാ കൃഷി? അരി ഇഷ്ടം പോലെ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്നുണ്ടല്ലോ എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഒരു വേദിയിലിരുത്തി പരിഹസിച്ചപ്പോഴും തൊട്ടപ്പുറത്തിരുന്ന കൃഷിമന്ത്രിയായ പ്രസാദ് യാതൊരുവിധ പരാതിയും പറഞ്ഞില്ല. ഇപ്പോൾ ഭാരതാംബ എന്ന് കേട്ടപ്പോൾ ഉടുമുണ്ട് പൊക്കിക്കുത്തി ഇറങ്ങിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടി അരനൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ മാത്രമാണ് ചുവപ്പന്മാർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു തുടങ്ങിയത്. അവർക്ക് ഭാരതാംബ എന്ന് കേൾക്കുമ്പോൾ ദീനമുണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. പിണറായി മുത്തപ്പൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വളഞ്ഞു നിൽക്കുന്ന CPI സെക്രട്ടറി ബിനോയ് വിശ്വവും മന്ത്രി പി പ്രസാദുമൊക്കെ എത്ര ധീരമായ നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തു കളഞ്ഞത്. ഗോവിന്ദൻ പിന്തുണയുമായി ഒപ്പമുണ്ടെങ്കിലും വായിലാക്കുന്നിലപ്പൻ വിജയൻ ഇതുവരെ വാ തുറന്നിട്ടില്ല. ഭാരതാംബയെ പൂജിക്കുന്ന 4 ഗവർണർമാരെ വിളിച്ച് വിരുന്നു കൊടുക്കാൻ കൊതിച്ച വിജയൻ അറിയാം CPI എന്ന പാർട്ടി വായ പോയ കോടാലിയാണെന്ന്. ഈ പ്രസാദും ബിനോയ് വിശ്വവുമൊക്കെ ആ പൂരം കലക്കൽ വിഷയത്തിൽ ഇതുപോലെ ധീരോദാത്തമായ നിലപാടെടുത്തിരുന്നെങ്കിൽ ആണത്തമുണ്ടെന്ന് പറയാമായിരുന്നു. നിലമ്പൂരിലെ മുസ്ലിം വോട്ട് സമാഹരിക്കാൻ ബിനോയ് വിശ്വം അവിടെ പോയി പ്രസംഗിച്ചു. ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ സങ്കടമാണ് പുള്ളി അവിടെ തീർത്തത്. MF ഹുസൈൻ വരച്ച സരസ്വതി ദേവിയുടെ നഗ്നചിത്രമാണ് രാജ്ഭവനിൽ വെച്ചിരുന്നതെങ്കിൽ ഈ പ്രസാദും ബേബിയും ബിനോയും ഒക്കെ നിരന്നു നിന്ന് പുഷ്പാർച്ചന നടത്തിയേനെ. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഭാരതാംബയെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കാൻ പാർട്ടി തയ്യാറല്ല. അവരുടെ ഭാരതാംബ ഇങ്ങനെയല്ല. ഹമാസിന് മുമ്പിലും താലിബാന് മുമ്പിലും കുനിഞ്ഞുകുത്തി നിൽക്കാനും അവർക്ക് വേണ്ടി ഘോരമായി വാദിക്കാനും CPI ഉണ്ടാകും. ഇന്നാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് സമയത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് ഈ കൃഷിമന്ത്രി ഊറ്റം കൊണ്ടതെങ്കിൽ നിങ്ങൾ മിടുക്കനായിരുന്നെന്ന് പറയാമായിരുന്നു.
കഴിഞ്ഞ മന്ത്രിസഭയിൽ VS സുനിൽകുമാർ ശോഭിച്ചതിൻ്റെ 1/4 പോലും തിളങ്ങാൻ പ്രസാദിനായിട്ടില്ല. പക്ഷേ ഭാരതാംബയുടെ പേരിൽ നാട്ടുകാർക്ക് മുമ്പിൽ തിളങ്ങാൻ ഈ വിവാദം മതി. പിണറായി സർക്കാർ ഇവിടെ കാട്ടിക്കൂട്ടിയ നെറുകേടുകൾക്കെല്ലാം വിളക്ക് വെച്ചവരാണ് CPI-ക്കാർ. ഈ പാർട്ടിയുടെ നട്ടല് പിണറായിക്ക് പാട്ടത്തിന് കൊടുത്തിട്ട് എത്രയോ കാലമായി. ഗവർണർ എന്ന പദവിയെ നമുക്ക് വേണ്ട എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. പക്ഷേ നമുക്ക് CPI എന്ന പാർട്ടി വേണം. പിണറായിക്ക് എണ്ണയിട്ട് തിരുമ്മിക്കൊടുക്കാൻ ഈ പാർട്ടിയോളം വഴക്കം വേറെ ആർക്കുണ്ട്? കാനത്തിൻ്റെ ഒസ്യത്തിൽ പേര് വന്നതുകൊണ്ട് മാത്രം സെക്രട്ടറിയായ പുള്ളിയാണ് ബിനോയ് വിശ്വം. പല വിഷയങ്ങളും CPM-നെതിരെ ആഞ്ഞടിക്കാൻ LDF യോഗത്തിലേക്ക് കയറിപ്പോകുന്നത് കാണാം ഈ ബിനോയ് വിശ്വം. തിരിച്ചിറങ്ങി വരുമ്പോൾ കാറ്റടിച്ച് തണുത്ത മാതിരി. കഴിച്ച അണ്ടിപ്പരിപ്പ് വീണ്ടും ചവയ്ക്കുന്നത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ബ്രാക്കറ്റിൽ വിശേഷണങ്ങളൊന്നുമില്ലെങ്കിലും CPI-യും ഒരു വലിയ പാർട്ടിയാണ്, വിപ്ലവ പ്രസ്ഥാനമാണ്. അഥവാ ഓന്തും ഒരു തുള്ളി മുതലയാണല്ലോ. നന്ദി.